തൃശ്ശൂർ മാളയിൽ 6 വയസ്സുകാരനായിട്ടുള്ള ഏബൽ എന്ന് പറയുന്ന ഒരു കൊച്ചു കുഞ്ഞിനെയാണെങ്കിൽ ജോജോ എന്ന് പറയുന്ന ഒരു പുന്നാരമോൻ അവൻ്റെ കാമം തീർക്കാനെ കൊണ്ട് ആ കുഞ്ഞ് നിരസിച്ചതിനെ തുടർന്നിട്ട് ആ കുഞ്ഞിനാണെങ്കിൽ കുളത്തിൽ മുക്കിക്കൊന്നു. ആ വാർത്ത ഞാനിങ്ങോട്ട് പ്ലേ ചെയ്യാം. തൃശൂർ മാളയെ നടുക്കി 6 വയസ്സുകാരന്റെ കൊലപാതകം. UKG വിദ്യാർത്ഥിയെ കുളത്തിൽ തള്ളിയിട്ട് കൊന്നു. പ്രതി അയൽവാസിയായ 20 വയസ്സുകാരനായ ജോജോയാണ്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രകൃതി വിരുദ്ധ ബന്ധത്തെ കുട്ടിച്ചെറുത്തതാണ് കൊലപാതക കാരണമെന്ന് തൃശൂർ റൂറൽ SP കൃഷ്ണകുമാർ പറഞ്ഞു. ഈ കുട്ടികളെല്ലാം കളിച്ചോണ്ടിരിക്കുന്നിടത്ത് വന്നിട്ട് ഈ കുട്ടിയെ അയാൾ വിളിച്ച് ഒഴിഞ്ഞ സ്ഥലത്തോട്ട് പോയിട്ട് കുട്ടിയോട് ഇയാൾ മിസ്ബിഹേവ് ചെയ്തു. കുട്ടിയെ അയാൾ മോശമായ രീതിയിൽ പെരുമാറി, മനസ്സിലായല്ലോ. കുട്ടി എതിർത്തു. കുട്ടി അമ്മയോട് പറയുമെന്ന് പറഞ്ഞു. അതാണ് നമുക്ക് മനസ്സിലായത്. അമ്മയോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നാ ആയിക്കോട്ടെന്ന് പറഞ്ഞ് മുഖം പൊത്തിപ്പിടിച്ച് ബലമായിട്ട് പുഴയിലിട്ട് കൊന്നു എന്നുള്ളതാണ്, കുളത്തിലിട്ട് കൊന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായത്. 20 വയസ്സുള്ള പുന്നാരമോനാണ്. അവൻ്റെ ഫോട്ടോ ഞാനിവിടെ സൈഡിലോട്ട് കൊടുക്കാം. ഇനി 20 വയസ്സ് മാത്രമേ ഉള്ളൂ, പ്രായത്തിൽ ചെറുതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ കഷായം ഗ്രീഷ്മയുടെ കേസ് പോലെ ആണെങ്കിലൊക്കെ പ്രായത്തിൽ ചെറുപ്പോലെ, അതുകൊണ്ട് ശിക്ഷാവിധിയിലൊക്കെ ആണെങ്കിൽ ഇളവ് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇനി അവനെ അങ്ങ് വിടുമായിരിക്കുമോ? ഇവൻ്റെ കഴപ്പ് കാരണം, അതും പ്രകൃതി വിരുദ്ധത. 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞടാ. അത്രയ്ക്ക് കഴപ്പ് മൂത്ത് കിടക്കുകയാണെങ്കിൽ വല്ല മുള്ളുമുറിക്കലും കയറിയിട്ട് അങ്ങ് ഊർന്നിറങ്ങണമായിരുന്നു. അല്ലെങ്കിൽ ഈ റോൾ ചെയ്യുന്ന റോഡ് റോളർ ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിലോട്ട് ഇവൻ്റെ സാമാനം വെച്ചങ്ങ് റോൾ ചെയ്ത് കളയണമായിരുന്നു. അപ്പോൾ അവനെ കുറച്ച് പകുതി കഴപ്പെങ്കിലും അവനങ്ങ് തീർന്ന് കിട്ടിയാനെ. 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞടാ. എങ്ങനെയാടാ മനസ്സ് വരുന്നത്? ഓക്കെ, ആ ഒരു കുഞ്ഞ് സമ്മതിച്ചില്ല, വീട്ടിൽ പോയി അമ്മയോട് പറയുമെന്നും പറഞ്ഞുകൊണ്ട്. എന്നാൽ പിന്നെ അത്രയ്ക്ക് പേടിയുള്ളവൻ എന്തിനാടാ ഈ ഒരു കൊച്ചു കുഞ്ഞടാ? എങ്ങനെയാടാ ഇവനൊക്കെ ഒരു മനസാക്ഷിയില്ലാത്തൊരു പുന്നാരവൻ, ഇവനെയൊക്കെ എന്താണ് പറയേണ്ടത്? തിരുമുക്കുളം വില്ലേജിൽ സ്വർണ്ണപ്പള്ളം ദേശത്ത് അജീഷ് എന്ന് പറയുന്ന ആളുടെ 3 മക്കളിൽ രണ്ടാമനായിരുന്നു ആബേൽ എന്ന 6 വയസ്സുകാരൻ കുട്ടി. പേരൻസിനാണെങ്കിൽ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു തീരാ ദുഃഖം തന്നെയാണ്. ഇനി എത്ര തന്നെ തേച്ചാലും മാച്ചാലും ആ ഒരു ദുഃഖം അവരുടെ മനസ്സിൽ നിന്ന് പോവില്ല. അല്ലെങ്കിലും ഏതൊരു അച്ഛനമ്മമാർക്കാണെങ്കിലും അവർ ജീവിച്ചിരിക്കുന്ന ടൈമിൽ അവരുടെ മക്കൾ മരണപ്പെടുക എന്ന് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരു പേരൻസിനെ സംബന്ധിച്ചിടത്തോളം. അത് ആ ഒരു പേരൻസിന്, ഇവൻ ഈ ഒരു ഒറ്റ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കിയതുകൊണ്ട് ആ ഒരു കുഞ്ഞിൻ്റെ ജീവിതം, ആ ഒരു പേരൻസിൻ്റെ ജീവിതം, ആ ഒരു ഈ പറയുന്ന ആ കുഞ്ഞിൻ്റെ 2 സഹോദരങ്ങളുണ്ട്, അവർക്കുണ്ടാവാൻ പോകുന്ന ആ ഒരു ട്രോമ, ഓക്കെ, ചെറുപ്പത്തിൽ തന്നെ ആണെങ്കിൽ മരണപ്പെട്ടു. അതിൻ്റെ കാരണമോ ഒന്ന് ആലോചിച്ച് നോക്ക്. ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ട് പോലും കുഞ്ഞ് ഈ പറയുന്ന ഒരുത്തം കൊന്നു. കാരണം എന്തുവാണ്? ഇങ്ങനൊരു കാര്യം ഇപ്പം പ്രേരിപ്പിച്ചതിന് എതിർത്തതിൻ്റെ പേരിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ വീണ്ടും അവരുടെ മനസ്സിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് കിടക്കും. ഇനി നാളുകളിൽ അവർ ഇനി മുന്നോട്ട് ജീവിക്കുമ്പോഴത്തേക്കിന് ഒരാളുടെ ടച്ച് പോലും അവർ അത്രത്തോളം ഭയക്കുന്ന രീതിയിലോട്ട് അവർ മാറും, ഇല്ലേ? ആ ഒരു അവസ്ഥയിലാണ് ഇവനൊരു ഈ ചെയ്തേക്കുന്ന ഒരൊറ്റ കൃത്യം കൊണ്ടിട്ട്. CCTV നമുക്ക് കണ്ട് ലാസ്റ്റ് ഈ കുട്ടിയും ഇയാളും കൂടെ നടന്നു പോകുന്ന കണ്ടൊരു CCTV ഉണ്ട്. അങ്ങനെയാണ് ഇയാൾ ലാസ്റ്റ് ഉണ്ടായിരുന്നത് മനസ്സിലായി. ആ കുറ്റകൃത്യത്തിൽപ്പെട്ട് ബോർസ്റ്റൽ സ്കൂളിൽ കിടന്ന്, അപ്പോൾ അയാൾക്ക് അങ്ങനെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. മരണം ഉറപ്പാക്കാൻ വേണ്ടിയാണ് അയാൾ സമ്മതിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു CCTV വിഷ്വൽസ് ഞാനിവിടെ സൈഡിലോട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കുഞ്ഞ് ഇവൻ്റെ കൂടെ ആണെങ്കിൽ ഓടിപ്പോകുന്ന, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ പുറകെ ഇവൻ ഓടിപ്പോകുന്ന വിഷ്വൽസ് ഒക്കെയാണ്. ഇതില്ലായിരുന്നെങ്കിൽ ഇവനെ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവനാണെങ്കിൽ അവിടെ കിടന്ന് അമ്മാതിരി ഷോയുമേലായിരുന്നു അവൻ അവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ആദ്യം പറഞ്ഞ ഒരു കുഞ്ഞാണെങ്കിൽ ആ ഒരു വെള്ളത്തിലോട്ട് വീണത് കണ്ടു എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞിട്ട് വീണ്ടും ലാസ്റ്റ് പോലീസുകാരെ ചോദ്യം ചെയ്യലാണ് ലാസ്റ്റ് ഇവൻ തന്നെയാണ് ഈ കൃത്യം ചെയ്തെന്നുള്ളത് മനസ്സിലാക്കുന്നത്. 5:45 ഈ സംഭവങ്ങളുടെ തുടക്കം. മാളയിലെ സ്വർണ്ണപ്പള്ളം ദേശത്ത് ആണ് ഈ കുട്ടി ഉള്ളത്. ആ വീടിന് അടുത്ത് വെച്ചിട്ട് കുട്ടിയെ പെട്ടെന്ന് അപ്പുറത്ത് കാണാതാകുന്നു. നാട്ടുകാർക്കൊപ്പം ഈ പ്രതി എന്ന് പറയുന്ന ജോജോ കുട്ടിയുടെ വീടിൽ നിന്ന് 300 മീറ്റർ മാത്രം അകലെയുള്ള ആളാണ്. തുടർന്ന് ജോജോയും ഈ തിരച്ചിലിനൊപ്പം കൂടുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ്, നാട്ടുകാർ, വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ അവിടെ ആ തിരച്ചിലിന് എത്തുന്നു. ഈ കൃത്യം ചെയ്ത ഇവൻ തന്നെ നാട്ടുകാരുടെ കൂടെ ഒന്നും അറിയത്തില്ലേ എന്ന് രാമനാരായണെന്നും പറഞ്ഞിട്ട് ഇവരുടെ കൂടെ ആ ഒരു കുഞ്ഞിനെ അന്വേഷിക്കാനെ കൊണ്ട് ഇവനും കൂടെ ഇറങ്ങി. ഓക്കെ, അവിടുത്തെ വാർഡ് മെമ്പർ പറയുന്ന കാര്യമുണ്ട്, ഞാൻ അതുകൂടി ഇങ്ങോട്ട് വെക്കാം. ഞങ്ങളൊരു 6:30 എന്നെ കൊച്ചിനെ മിസ്സായ കാര്യം അറിയുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് ചെന്ന് പോലീസിനെ വിളിച്ചു. പോലീസും വന്നു. അപ്പോൾ ഇവൻ അവിടെ ഞങ്ങളുടെ കൂടെ അന്വേഷണം നടക്കണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ ഇവൻ്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നി പോലീസിനോട് പറഞ്ഞത്. നിങ്ങളുടെ തെരച്ചിൽ ഇവനുണ്ടായിരുന്നു. അപ്പോൾ സംശയം തോന്നി ഇവനോട് പറഞ്ഞു, പോലീസിൻ്റെ സൈഡ് എടുത്ത് പറഞ്ഞ അവനൊന്ന് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവൻ വണ്ടി കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോഴും ഞങ്ങൾക്കറിയായിരുന്നു, ഞങ്ങൾ പാടത്തൊക്കെ അന്വേഷിക്കുമ്പോൾ ഈ പറമ്പിൽ തന്നെ ഇവൻ്റെ പെരുമാറ്റത്തിലുള്ള സംശയം കൊണ്ട് ഇവൻ ഇച്ചിരി മുന്നേ കുറച്ച് കളവ് കേസിലൊക്കെ പ്രതിയാണ്. ജുവനൈലായിരിക്കുന്ന സമയത്ത് ഇയാൾ കളവ് കേസ് നടത്തി പ്രതിയാണ്, ബൈക്ക് മോഷണ കേസിലൊക്കെ പ്രതിയാണ്. അപ്പോൾ ഇവൻ്റെ പെരുമാറ്റം സംശയം തോന്നിയപ്പോഴാണ് ഞങ്ങൾ ഇവനെ ചോദ്യം ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ കുളത്തിൽ വീണു എന്ന് പറഞ്ഞത് മുമ്പ്. പക്ഷേ ഇവൻ വന്നതായിരിക്കും ഞങ്ങൾ തന്നെ അപ്പോൾ തന്നെ തീരുമാനിച്ചിരുന്നു. കാരണം ഇവൻ അത്തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ് അവിടെ കിടന്ന് പെരുമാറിക്കൊണ്ടിരുന്നത്. ഓക്കെ, ഇത്രയും ആൾക്കാരുടെ കൂടെ അവൻ ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ച് അവരുടെ കൂടെ നിന്ന്. ഓക്കെ, പിന്നെ അവൻ്റെ പെരുമാറ്റത്തിലെല്ലാം മാറ്റം കണ്ടിട്ടൊക്കെയാണ് ലാസ്റ്റ് ഇവരിലോട്ട് ഏറ്റവും വലിയ രീതിയിലുള്ള സംശയങ്ങൾ കാര്യങ്ങൾക്ക് ഇവനോട് വരുന്നത്. ആൻഡ് ഇതിന് മുമ്പ് ഇവനെ ജുവൈനിൽ
ഈ പറയുന്ന പോലെ കേസും കാര്യങ്ങളായിട്ട് ഇത് കിടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഓക്കെ, മറ്റേ താമരശ്ശേരിയിലെ ഷഹബാസിനെ കൊന്ന പുന്നാര മക്കളുണ്ടല്ലോ, അവന്മാരെ ഈ പറഞ്ഞ പോലെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഒക്കെ ഈ കുട്ടികളുടെ അവകാശം എന്നും തൊലിയെന്നും പറഞ്ഞിട്ട് അവന്മാരെ എക്സാം എഴുതിപ്പിക്കാനൊക്കെ കൊണ്ട് അങ്ങനെയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു ഇത്രയും ഗവൺമെന്റ് അവന്മാർക്ക് സേവിച്ച് കൊടുക്കുന്നത്. അതായത് എക്സാം എഴുതാൻ വരെയാണെങ്കിൽ പോലീസിന്റെ കാവൽ നിർത്തി കൊടുത്തേക്കാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനിയുമാർ ഇറങ്ങി വരുമ്പോഴത്തേക്കിന് എന്തൊക്കെയായിരിക്കും നാളുകളിൽ ഇവന്മാർ ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് താണ്ടി ഈ ഒരു പുന്നാരമൻ. ഓക്കെ, ഇവനൊരു ബൈക്ക് മോഷണം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അന്ന് ഇവൻ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവൻ പോയിരുന്നത്. അതിനുശേഷം ഇറങ്ങി വന്നിട്ട് ഇവൻ കാണിക്കുന്ന മുഴുവൻ കൊള്ളരുതായ്മകളായിരുന്നു. വളരെ വേഗത്തിൽ തന്നെ അവിടേക്ക് പാഞ്ഞെത്തുന്നു. തെരച്ചിൽ നടത്തിയതിനു ശേഷം പോലും ഇയാളെ കുറിച്ച് ചില സംശയങ്ങൾ ഉണ്ടാകുന്നു. ആ സംശയത്തിന് കാരണം നേരത്തെ ജുവനൈലായിരിക്കുന്ന സമയത്ത് ഒരു ബൈക്ക് മോഷണ കേസിൽ ഇയാൾ അകത്താകുന്നു. അതിനെ തുടർന്ന് ഇയാളുടെ പെരുമാറ്റത്തിലും ചില സംശയങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ പോലീസിനോട് പറയുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ പോലീസ് ഇയാളെ ഞാനിപ്പോൾ നിൽക്കുന്ന മാള പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നു. ആദ്യമൊക്കെ ഇയാൾ സമ്മതിക്കുന്നില്ല. ആവർത്തിച്ച് നടത്തിയ ചോദ്യം ചെയ്യലൊടുവിൽ ഇയാൾ പറയുന്നു കുട്ടി കുളത്തിൽ വീണുപോയി എന്ന്. പക്ഷേ അവിടെ കൊണ്ട് പോലീസ് അവസാനിപ്പിക്കുന്നില്ല. വളരെ വേഗത്തിൽ അവിടെ എത്തി നാട്ടുകാർക്കൊപ്പം തെരച്ചിൽ നടത്തി കുട്ടിയുടെ മൃതദേഹം വീണ്ടെടുക്കുന്നു. തുടർന്ന് പോലീസ് വിശദമായി ഇയാളെ ചോദ്യം ചെയ്യുമ്പോഴാണ് കുട്ടിയെ ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, പീഡനത്തിന് വിധേയനാക്കാൻ ശ്രമിച്ചു, വായ പൊത്തി, ആ കുട്ടി ചെറുക്കുമെന്നും അമ്മയോട് പറയുമെന്നും പറഞ്ഞതിനെ തുടർന്നാണ് കുളത്തിൽ മുക്കി കൊല്ലുകയും ചെയ്യുന്നത്. എനിക്കിപ്പോൾ ആ കുഞ്ഞിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. കാര്യം ഇങ്ങനൊരു കാബാലികൻ അല്ലേ, അവരുടെ കൂട്ടത്തിൽ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു സഹോദരനെ പോലെ അല്ലെങ്കിൽ ഒരു ചേട്ടനെ പോലെ ഒക്കെ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു കുഞ്ഞ് ലാസ്റ്റ് ഈ ഒരു കണ്ട ആ ഒരു വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ അവൻ്റെ മറ്റൊരു മുഖം കാണുകയാണ്, അവനെ മറ്റൊരു കാര്യത്തിന് പ്രേരിപ്പിക്കുകയാണ്. ആ കുഞ്ഞ് ആ ഒരു സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഒന്നില്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു കൊച്ചു കുഞ്ഞിനെ കുളത്തിൽ അവൻ മുക്കിക്കൊന്നെങ്കിൽ അവൻ്റെ ആ ഒരു സ്വഭാവ വൈകൃതം അല്ലെങ്കിൽ മാനസിക വൈകൃത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എത്രത്തോളം വലിയ സമൂഹത്തിന് തന്നെ എത്രത്തോളം ദോഷകരമായിട്ട് അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ പേടിക്കേണ്ടുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഉള്ളൊരു ക്യാരക്ടറാണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവനൊക്കെ ഇനിയും ജീവനോടെ ഇവന് ഇപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ജയിലോട്ട് കയറ്റും, കുറച്ച് കാലം കഴിഞ്ഞിട്ട് അവന് അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് വിടും, എന്നിട്ട് ഇവൻ ഇതേ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുകയും ചെയ്യും. ഇപ്പോഴുള്ള ആൾ നേരത്തെ ഈ ജുവനൈലായിരുന്ന സമയത്ത് ഈ പ്രതി ഇദ്ദേഹത്തിന്റെ ബൈക്കാണ് മോഷ്ടിച്ചത്. ചേട്ടന്റെ പേരെന്താ? ക്രിൻസൺ. എന്താ അന്ന് സംഭവിച്ചത്? അന്ന് പണിസ്ഥലത്ത് വെച്ചോണ്ട് വരുന്ന ബൈക്കായിരുന്നു രാത്രി എടുത്തുകൊണ്ട് പോയത്. ഒരു 8 മാസമായി ഉണ്ടാവും. ബൈക്ക് കിട്ടി. കേസ് ഇപ്പോൾ അവസാനിപ്പിച്ചല്ല, തെളിഞ്ഞു വെച്ചാൽ അവർ കൊണ്ടുനടക്കുന്നത് കണ്ടു ഞങ്ങൾ. അങ്ങനെ ഈ ബൈക്ക് മോഷ്ടിച്ചിട്ട് ഇവിടെ തന്നെ ഇവിടെ തന്നെ കൊണ്ടുവരുന്നു ഞങ്ങൾ കണ്ടു. സ്റ്റേഷനിലേക്ക് പറഞ്ഞു, അവരൊന്ന് എടുത്തു. ഇപ്പോൾ അതാണ് ഈ പ്രതിയുടെ പശ്ചാത്തലം. ഓക്കെ, ഇവൻ അവിടുന്ന് ബൈക്ക് മോഷ്ടിച്ചിട്ട് അതേ നാട്ടിൽ തന്നെ ഇവരുടെ എല്ലാം മുന്നേ കൂടെ ഓടിച്ചുകൊണ്ട് നടന്നേക്കുന്ന ഒരുത്തനാണ്. അതായത് ഇവന് മാനസികമായിട്ട് പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ്. അത് തന്നെയാണെങ്കിൽ അവിടുത്തെ വാർഡ് മെമ്പറും പറയുന്ന ന്യൂസ്കാരുടെ അടുത്ത് പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്, അതുകൂടെ ഇങ്ങോട്ട് വെക്കാം. തർക്കമൊന്നുമല്ല. ഈ ജോജോ എന്ന് പറയുന്ന ആളെ സംബന്ധിച്ച് പറയാനായിട്ട് മാനസിക പ്രശ്നമുള്ളതാണ്. പക്ഷെ ആളൊരു നല്ലൊരു സൈസ് ഒരു വലിയ ജലപാകമുള്ള ഒരാളാണ്. പിന്നെ അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് അത്ര മോശമാണ് ആളുടെ. അപ്പൊ ഈ കുട്ടികൾ ഇത്തിരി മാനസിക പ്രശ്നമുള്ള ഒരു കുട്ടികളുടെ ഒരു മനസ്സാണ്. അപ്പൊ കൊച്ചൊക്കെ തല്ലുപിടിക്കൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ ഒരു കുഞ്ഞു കൊച്ചാണത്, 6 വയസ്സുള്ള കുട്ടിയാണല്ലോ. അത്ര വലിയൊരു വൈരാഗ്യം അങ്ങനെയുള്ള കാര്യം ആവാൻ സാധ്യതയില്ല. പക്ഷേ മാനസിക പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ഭയങ്കര നിർഭാഗ്യം. മാനസിക പ്രശ്നങ്ങളോട് അങ്ങോട്ട് ചേർക്കുമ്പോഴത്തേക്കിനെ കോളം പൂർത്തിയായാലും ഇനിയിപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാര്യം മാനസിക പ്രശ്നമുള്ള ഒരുത്തനാണ്. അവനപ്പോൾ അങ്ങനത്തെ വലിയ ഈ ഒരു തെറ്റൊക്കെ ആണെങ്കിൽ അവനാണെങ്കിൽ ഇളവ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വലിയ അവൻ ചെയ്ത ഒരു തെറ്റായി മാറുന്നില്ല. കാര്യം മാനസിക പ്രശ്നമുള്ളൊരു ഒരുത്തനല്ലേ. ഇതാന്നോടെ മാനസിക പ്രശ്നം. ഇവനൊരു സൈക്കോ ആണ്. ഓക്കെ, ഈ സൈക്കോ ആയിട്ടുള്ള എല്ലാ ആൾക്കാരാണെങ്കിൽ മാനസിക രോഗികളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെറുതെ വിട്ടാൽ മതിയില്ല. അവന്മാർക്ക് എന്ത് തന്തയിലേമത്ര ഈ ലോകത്ത് കാണിച്ചു കൂട്ടാമല്ലോ. ഇവൻ മുമ്പ് ഒരു ബൈക്ക് മോഷണമായിട്ടാണെങ്കിൽ ഇവൻ പ്രതി ചേർക്കപ്പെട്ടിട്ടാണെങ്കിൽ ജയിലിനകത്ത് പോയേക്കുന്ന ഒരുത്തനാണ്, അല്ലെ, ജുവനൈൽ ഹോമിൽ പോയേക്കുന്ന ഒരുത്തനാണ്. അതിനുശേഷം ഇറങ്ങി വന്നിട്ട് പിന്നെ ഇവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്, എന്നിട്ട് റിപ്പീറ്റഡ്ലി പറയണം അവന് മാനസിക രോഗമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവൻ എവിടെയെങ്കിലും ചങ്ങലയ്ക്ക് ഇടണം, അല്ലാതെ ഇങ്ങനെ തുറന്നു വിടുക അല്ല ചെയ്യേണ്ടത്. നാട്ടുകാർ അത്രമാത്രം അസ്വസ്ഥരായി തന്നെയാണ് നിൽക്കുന്നത്. അവനെന്തിനാ വളർത്തണേ, എന്തിനാ അവനെ വളർത്തണേ? അത്രയും നാട്ടുകാരുടെ ഒരു പൊതുവികാരം തന്നെയുണ്ട്. വലിയ അത് തന്നെ, നാട്ടുകാർക്ക് പിന്നെ വികാരം ഉണ്ടാവാതിരിക്കത്തില്ല. കാര്യം ഓരോ കേസുകൾ വരുമ്പോൾ താമരശ്ശേരിയിൽ ഷഹബാസിന്റെ കേസിലാണെങ്കിൽ പോലും ഇവന്മാരെ എക്സാം എഴുതിക്കേണ്ട ഇങ്ങോട്ട് ഇറക്കി വിടുന്ന ഓരോ ആൾക്കാർ പ്രതിഷേധമായിട്ട് വന്നു. അപ്പോൾ അവന്മാർക്ക് ഈ പ്രതികൾക്ക് കാവലിരിക്കാനൊക്കെ നമ്മുടെ കേരള പോലീസ് അവർക്ക് മേളിൽ നിന്ന് പറയുന്ന ഓർഡറിനനുസരിച്ച് ചെയ്യാനേ പറ്റുള്ളൂ, അല്ലാതെ വേറെ നിർവാഹമില്ല. അതേപോലെ തന്നെ ഇവിടെ ഇറക്കി വിട്. ഈ അടുത്ത് ശങ്കരനാരായണൻ എന്ന് പറഞ്ഞ അദ്ദേഹം മരണപ്പെട്ടല്ലോ. അതായത് അദ്ദേഹത്തിന്റെ മകളെ ആണെങ്കിൽ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ അയൽവാക്കക്കാരനായിട്ടുള്ള ഒരുത്തിനെ ആണെങ്കിൽ അദ്ദേഹം തന്നെ ആണെങ്കിൽ പോയി കൊന്നു, അല്ലേ. ഇപ്പം ഏതൊരു അച്ഛന്മാരും അല്ലെങ്കിൽ ഓരോ പേരൻസും അല്ലെങ്കിൽ ഓരോ നാട്ടുകാരും ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ജസ്റ്റിസ് നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ആൻഡ് ഇതിനകത്ത് കുറേ ആൾക്കാർ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ 2Kകളുടെ കുഴപ്പമാണ്, 2K ഫുണ്ടുകളാണ് അതിൻ്റെ കുഴപ്പമാണെന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ എന്ത് സെൻസിലാണ് ഈ സംസാരിക്കുക എന്നുള്ളത് മനസ്സിലാവുന്നത്. ഇത് 2K ആയതിൻ്റെയോ അല്ലെങ്കിൽ 90s ആയതിൻ്റെയോ കുഴപ്പമല്ല. ഓക്കെ, അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ 2Kയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗോവിന്ദച്ചാമിയും അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരും റിപ്പർ ചന്ദ്രനും ഒക്കെ ആണെങ്കിൽ ഏത് 2K ആൾക്കാരാണ്. അതുകൊണ്ട് ഈ 2Kയുടെ 90s ഒന്നും അല്ല. അത് ദയവ് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കോമൺ സെൻസ് കാണിക്കുക. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ ഇപ്പം ഈ സീക്കോട്ട് എന്ന് പറയുന്നൊരു ജയിലുണ്ട്. നിങ്ങളൊന്ന് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. കാര്യം എന്ന് വെച്ചാൽ
ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പേടിക്കുന്ന ഭയപ്പെടുന്ന ഒരു ജയിലാണത്. ഇവിടെ ഈ പറയുന്ന പോലെ ഇവനെ തൂക്കിക്കൊല്ലണമെന്നോ അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലണമെന്നോ ഒന്നും വേണ്ട. അതൊന്നുമില്ലാതെ ഇവിടെ ഉള്ള ഓരോ അവന്മാരും പേടിക്കുന്ന രീതിയിലുള്ള ഒരു ശിക്ഷാ രീതിയാണ് സീക്കോട്ട് എന്ന് പറയുന്ന ആ ഒരു ജയിൽ എന്ന് പറയുന്നത്. അതായത് അവിടുത്തെ ഭരണാധികാരിയാണെങ്കിൽ അവിടുത്തെ ക്രൈംസ് ഇല്ലാണ്ടാക്കാനും, അതായത് ഏറ്റവും ശാന്തിയും സമാധാനവും ഉള്ള ഒരു രാജ്യമാക്കി അതിനെ മാറ്റിയിട്ടുണ്ട് അവരുടെ ആ ഒരു രാജ്യം. ഓക്കെ, അത് ഈ സീക്കോട്ട് എന്ന് പറയുന്ന ആ ഒരു ജയിൽ അവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ്. ഓക്കെ, ആ ഒരു ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്രൈം കേസുമായിട്ടൊക്കെ അവിടോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ആജീവനാന്തകാലം, അതായത് ജീവിത അവസാനം വരെ ആണെങ്കിൽ നമുക്ക് പുറലോകം കാണാൻ പറ്റത്തില്ല. ഓക്കെ, ആകെപ്പാടെ പുറലോകം കാണുക എന്ന് പറഞ്ഞാൽ ഇവർ ആ ഒരു ജയിൽ റൂമിന് തൊട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കിന് കാണുന്ന ഒരു ചെറിയൊരു വെട്ടം പോലുള്ള ഇത് മാത്രമേ അവർ കാണുന്നുള്ളൂ. 24 മണിക്കൂറും അവിടെ ലൈറ്റ് ഉണ്ട്. അതേപോലെ ആണെങ്കിൽ ഒരു 2 ഗ്യാങ് ആയിട്ടുള്ള ഗ്യാങ് വാർ അങ്ങനെയുള്ള കുറച്ച് ടീംസ് കാര്യങ്ങളൊക്കെയാണ്. ആ 2 ഗ്യാങ്ങിനെ അവർ അവിടെ ഒരുമിച്ച് കൂട്ടി നിർത്തിയേക്കാണ്. ആരെങ്കിലും ഒരാൾ ചെറിയൊരു വാക്ക് തർക്കം പോലും ഉണ്ടായി കഴിഞ്ഞാൽ അവന്മാരെ നേരെ വെടിവെച്ച് കൊല്ലും. ഓക്കെ, പായില്ല, കിടക്കാൻ ഈ പറയുന്ന പോലെ തലയണയില്ല, ഒന്നുമില്ല. നേരെ കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ തൊട്ടിപ്പുറത്താണ് ബാത്റൂം. ഒരു ജയിലിൽ ജീവിത അവസാനം വരെ പുറംലോകം കാണാൻ പറ്റാത്ത അത്രയും ദുരിതപൂർണമായിട്ടുള്ള അവന്മാരുടെ ഒരു ജീവിതമുണ്ട്. അത് കാണുന്ന ഏതൊരുത്തനും പേടിക്കും. കാര്യം അത്രയും ഒരു 400 ഏക്കറിലുള്ളൊരു ജയിലാണ്. പുറത്ത് ചാടുക എന്നുള്ളൊരു കാര്യം ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല. കാര്യം എല്ലാം അണ്ടർഗ്രൗണ്ടിലും മുകളിലും എല്ലാം കറണ്ട് കമ്പിയായിട്ടൊക്കെ ആണെങ്കിൽ ബന്ധിപ്പിച്ചിട്ട് അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ പുറത്ത് ചാടാൻ തീരുമാനിച്ചു, അവൻ ചത്തു. അങ്ങനെയുള്ളൊരു കാര്യത്തെ പറ്റിയിട്ട് ആലോചിക്കാൻ കൂടി പറ്റത്തില്ല. അങ്ങനെ ഒരു ഭയത്തോടു കൂടിയുള്ള അങ്ങനത്തുള്ള ജയിലുകളൊക്കെ അങ്ങനെ ഒരു സംവിധാനമെങ്കിലും കൊണ്ടുവരാനെ കൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞാൽ തന്നെ ആണെങ്കിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. അല്ലാത്ത സമയം ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളൊന്ന് കണ്ണടയ്ക്കുക, ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക. ഓക്കെ, ആരെ പോയി അറസ്റ്റ് ചെയ്യണം, ആരാണ് കൊന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കാനാണ്? നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ തന്നെ ഒന്ന് കണ്ണടച്ച് നിൽക്കുക. അല്ലാതെ വേറെ ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. ആ പുന്നാരമം കാണിച്ചു എന്നിട്ട് ഇവനെ മാനസിക രോഗി എന്നും പറഞ്ഞു ഇനി അവൻ എന്തായാലും വെറുതെ വിടും. എന്തായാലും കൊള്ളാട്ടെ. നമ്മുടെ നാട് 2025 കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്തൊരു വാർത്തയാണ്. ഞാനിങ്ങനെ ആലോചിക്കും, ഈ മാസം എല്ലാ മാസവും ഓരോ ഇതുപോലത്തെ വലിയ വലിയ കേസുകളൊക്കെ വരാറുള്ളതാണ്. ഈ മാസം ഒന്നും വന്നില്ലെന്ന് ഇങ്ങനെ ആലോചിച്ചേ ഉള്ളൂ. എന്തായാലും അതിൻ്റെ തൊട്ട് പുറകെ വന്നിട്ടുണ്ട്. ഓക്കെ, എന്നാണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളതെന്ന് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.